ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സാധാരണ നമ്മൾ മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടയൊന്നും എടുക്കാതെ ആണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ എന്താ പറയുക? കുടയെടുക്കുന്നതാണ് നല്ലത്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, കുടയെടുക്കുന്നതാണ് നല്ലത് എന്ന് പറയും. ഇനി സുഖമില്ലാതെ നമ്മൾ കിടക്കുന്നു, ഒരു പനിയൊക്കെ പിടിച്ച് കിടക്കുന്നു, ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് നമ്മളെ കാണുകയാണ്, നമ്മൾ വീട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്താ പറയുക നമ്മളോട്? നീ ഡോക്ടറെ കാണുന്നതാണ് കേട്ടോ നല്ലത് എന്ന് പറയില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ നമ്മൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഒക്കെ കൊടുക്കാറുണ്ട് മറ്റുള്ളവർക്ക്, ഇല്ലേ? അപ്പോൾ അത്തരം ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് ഹാഡ് ബെറ്റർ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, മാത്രമല്ല ഇത് വളരെ ഷുവറായിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ, പക്ഷേ അതിൻ്റെ റൂൾ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഹാഡ് ബെറ്റർ, ഇത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞല്ലോ. യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ബൈ ദാറ്റ് ടി വി, നിങ്ങൾ ആ ടി വി വാങ്ങുന്നതാണ് നല്ലത്. ഇതൊക്കെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ്. പക്ഷേ ഇതുപോലെ ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് അതുപോലെ നിർദ്ദേശങ്ങൾ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി അതൊരു സ്ട്രോങ് എക്സ്പ്രഷനാണ്. കാരണം യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണമെന്ന് തന്നെയാണ്, അതും ഒരു നിർദ്ദേശത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. പക്ഷേ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ നിർദ്ദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ബാഡായിട്ടുള്ള ചില കോൺസിക്വൻസസ്, ഒരു ഫലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ബാഡാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു മീനിങ് കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ പോകുന്നതാണ് നല്ലത്, പോയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഒരു നല്ല കാര്യമല്ല സംഭവിക്കുക എന്ന അർത്ഥത്തിൽ കൂടിയാണ് അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കൂ, വളരെ ഈസിയാണ്. യു ഹാഡ് ബെറ്റർ ഗോ, യു എന്നത് സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് തന്നെയാണ്. അത് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും മാറി മാറി ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഉപയോഗിക്കേണ്ടത് ഹാഡ് ബെറ്റർ. അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് ഗോ എന്നാണ് ഞാൻ ഉപയോഗിച്ചത്, അതല്ലെങ്കിൽ കം എന്നാണ് ഉപയോഗിച്ചത്. ഇതൊക്കെ വേർബിൻ്റെ V1 ഫോമാണ്, അതല്ലെങ്കിൽ ബേസ് ഫോം ആണ്. എന്താണ് V1 ഫോം, V2 ഫോം, V3 ഫോം എന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബേസ് ഫോം ഓഫ് ദ വേർബിനെയാണ് നമ്മൾ V1 ഫോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലേ എന്ന് പറയുമ്പോൾ കളിക്കുക, റൺ എന്ന് പറയുമ്പോൾ ഓടുക, വാക്ക് എന്ന് പറയുമ്പോൾ നടക്കുക, ഡാൻസ് എന്ന് പറയുമ്പോൾ ഡാൻസ് ചെയ്യുക. ഇതൊക്കെ റൂട്ട് വേർഡുകളാണ്, ബേസ് വേർബ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട്. അതല്ലാതെ വേർബിനോടുകൂടി ED ചേർത്തിട്ടോ ING ചേർത്തിട്ടോ ഉള്ള ഫോമുകളൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്. ആ സിമ്പിളായിട്ടുള്ള ആ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഗോ, കം, റൺ, കോൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ബേസ് ഫോമുകൾ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും വളരെ ഈസിയാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അവിടെ ഒരു ടു എന്നോ ഒന്നും ചേർക്കാൻ പാടില്ല, V1 ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് സെൻറ്റൻസ് എക്സാമ്പിൾസ് നോക്കാം, ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന്. യു ഹാഡ് ബെറ്റർ ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് നല്ലത്. ലേൺ എന്നത് V1 ഫോം ഓഫ് ദ വേർബ് ആണ്. ഹി ഹാഡ് ബെറ്റർ ലോക്ക് ദ ഡോർ, ഹി ഹാഡ് ബെറ്റർ ലോക്ക് ദ ഡോർ, അവൻ ഡോറ് ലോക്ക് ചെയ്യുന്നതാണ് നല്ലത്. ലോക്ക് V1 ഫോം ആണ്. ഷീ ഹാഡ് ബെറ്റർ റീച്ച് ദ സ്റ്റേഷൻ അറ്റ് 3 PM, സ്റ്റേഷനിൽ അവൾ 3 PM എത്തുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ഇനി അതിന് പകരം നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നല്ലേ വേണ്ടത്. അപ്പോൾ യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ എന്നാണ് വേണ്ടത്. ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ടാണ് നോട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ യു ഹാഡിൻറ്റ് എന്നല്ല ഉപയോഗിക്കേണ്ടത്. യു ഹാഡിൻറ്റ് ബെറ്റർ
അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അത് റോങ് സെൻറ്റൻസ് ആവും. അതുകൊണ്ട് യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ. യു ഹാഡ് ബെറ്റർ കോൾ ഹെർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവളെ വിളിക്കുന്നതാണ് നല്ലത്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നിങ്ങൾ അവളെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് വേണ്ടതെങ്കിലോ യു ഹാഡ് ബെറ്റർ നോട്ട് കോൾ ഹെർ എന്ന് വേണം. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസസും ആയി. ഇനി ക്വസ്റ്റ്യൻ ഫോം അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് അതെങ്ങനെയാണെന്ന് നോക്കാം. ഹാഡ് എ ബെറ്റർ ഗോ ദർ, ഞാൻ അവിടെ പോകുന്നതല്ലേ നല്ലത്. ഹാഡ് ഐ ബെറ്റർ ഗോ ദർ. ഹാഡിൻ്റെയും ബെറ്ററിൻ്റെയും ഇടയിൽ നമ്മൾ സബ്ജക്റ്റ് വെച്ചു, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫോമായി. ഹാഡ് വി ബെറ്റർ ലീവ് നൗ. ഹാഡ് വി ബെറ്റർ ലീവ് നൗ. നമ്മളിപ്പോൾ തന്നെ പുറപ്പെടുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസും ആയി. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ. പിന്നെ ഈ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൺട്രാക്ഷൻസും ഉപയോഗിക്കാം. അപ്പോൾ യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറയുമ്പോൾ ഹാഡ് ബെറ്റർ നമ്മൾ മുഴുവനായിട്ട് എഴുതി. അതല്ലാതെ യു എഴുതി ഒരു അപ്പോസ്ട്രഫി ഇടുക ഡി. യുഡ് ബെറ്റർ. ഹാഡ് എന്നതിനെ നമ്മൾ ചുരുക്കി അവിടെ ഡി എന്ന് മാത്രമാക്കി മാറ്റി. അപ്പോൾ യുഡ് ബെറ്റർ. സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ യുഡ് ബെറ്റർ എന്നാണ് പറയുക. അതുപോലെ വീഡ് ബെറ്റർ, വി ഹാഡ് ബെറ്റർ എന്നതിന്. അപ്പോൾ അത് കൺട്രാക്ഷൻസ് ആണ്. അത് ഹാഡ് ബെറ്റർ എന്നതിൻ്റെ കൺട്രാക്ഷൻ ആണ്, ഷോർട്ട് ഫോം. ഇനി സാധാരണ എക്സാംസിനൊക്കെ PSCക്കൊക്കെ സാധാരണ വളരെ ഷുവറായിട്ട് ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ് ഇത്തരത്തിലുള്ളത്. അത് 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ചില ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിന്ന് ചൂസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കൺസൾട്ട് കൊടുത്തിട്ടുണ്ട്, ടു കൺസൾട്ട് കൊടുത്തിട്ടുണ്ട്, കൺസൾട്ടിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കൺസൾട്ടഡ്. നമുക്കറിയാം ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതിൽ കൺസൾട്ട്. അപ്പോൾ അവിടുത്തെ ശരിയായ ആൻസർ കൺസൾട്ട് ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി, യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. നിങ്ങൾ സമയത്തിന് എത്തുന്നതാണ് നല്ലത് എന്നല്ലേ. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് റീച്ച്, റീച്ചിങ്, റീച്ച്, ടു റീച്ച്. നമുക്കറിയാം V1 ഫോം റീച്ച് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് ആൻസർ റീച്ച് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി, അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതണം. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻസൈഡ് ദ റൂം. നിങ്ങൾ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടതാണ് എന്നാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. സ്റ്റേയിങ്, സ്റ്റേയ്ഡ്, ടു സ്റ്റേ ആൻഡ് സ്റ്റേ. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതുക.